ഈ വയനാടിനെ തകർത്ത ആ മണ്ണിടിച്ചിലിന്റെ ആ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം ഇതാണ്. വളരെ പ്രയാസപ്പെട്ടാണ് ഇന്ന് രക്ഷാപ്രവർത്തകരും സൈന്യവും NDRF ഒക്കെ ഇവിടേക്ക് വന്നത്. നമ്മൾ ഈ കാണുന്ന ഭാഗങ്ങളിൽ എന്തായിരുന്നു, വീടുകൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ കടകൾ ഉണ്ടായിരുന്നോ, കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നോ, ആ കാര്യങ്ങളൊന്നും ഒക്കെ നമുക്ക് ഇനി അറിയേണ്ടതാണ്. കാരണം ഇവിടെ താമസിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമല്ല. മറ്റു ഭാഗങ്ങളിൽ നിന്ന്, ഈ വടകരയിൽ നിന്നും കൂരാച്ചുണ്ടിൽ നിന്നും ഒക്കെ വന്ന സന്നദ്ധ പ്രവർത്തകരാണ് ഇപ്പോൾ അവിടെ തെരച്ചിൽ നടത്തുന്നത്. അവർക്കറിയില്ല എവിടെയാണ് വീടുള്ളത്, ആരൊക്കെ ഇവിടെ താമസിച്ചിരുന്നു, ആ വിവരങ്ങൾ ലഭ്യമല്ല. എന്നാലും NDRF-ഉം സൈന്യവും അവിടെയുണ്ട്, സ്നിഫർ ഡോഗുകൾ അവിടെയുണ്ട്. അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന പാറക്കഷ്ണങ്ങൾക്കിടയിൽ മനുഷ്യർ താമസിച്ചിരുന്നോ, വീടുകൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം ഇനി കണ്ടെത്തേണ്ടതാണ്. ആദ്യമായിട്ടാണ് രക്ഷാപ്രവർത്തകരുടെ രക്ഷാകരം ഈ പുഞ്ചരിമട്ടത്തേക്ക് എത്തിയത്. ഈ ഒരു ഭൂമിയുടെ ടെറൈൻ പോലും ഒരുപക്ഷെ അറിയാത്ത ആളുകൾ, ഇവിടെ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിയാത്ത ആളുകളാണ് ഇപ്പോൾ തെരച്ചിലിന്റെ ഭാഗമാവുന്നത്. ഗോകുൽ പറഞ്ഞോളൂ, കേൾക്കാം. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് മനസ്സിലാവണില്ല. ഒരു കെട്ടിടങ്ങളോ മറ്റോ ഉണ്ടാകാനുള്ള ഒരു സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടേക്കൊക്കെ പരിശോധന കൂടുതലായി എത്തുന്നുണ്ട്. മൺകൂന ഇങ്ങനെ അട്ടി കണക്കെ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ കാണാനുള്ളത്. ഒന്നും അല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ ഒരു രൂപരേഖയോ ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് സംബന്ധിച്ചുള്ള ഒരു തരത്തിലുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കാത്ത, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി. കാരണം പാറകൾ, അതോടൊപ്പം തന്നെ മണ്ണ് ഒക്കെ ഇങ്ങനെ മൂടിക്കിടക്കുക. ടൺ കണക്കിന് മണ്ണാണ് മൂടിക്കിടക്കുന്നത്. നമുക്ക് എങ്ങനെയായിരുന്നു ഈ പ്രദേശമെന്ന് മുൻപ് ഞാൻ ഈ പ്രദേശം കണ്ടിട്ടില്ല. കാണാത്തതുകൊണ്ട് തന്നെ ഒരു തരത്തിലും നമുക്ക് ഇതൊരു ആളുകൾ താമസിച്ചിരുന്നൊരു സ്ഥലമാണെന്നോ അല്ലെങ്കിൽ ഇവിടെ കുറേ വീടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴൊന്നും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവിടെ അത്രമാത്രം മാറിയിരിക്കുന്ന സ്ഥിതി. വലിയ പാറക്കല്ലുകൾ വീണിരിക്കുന്നു. ദൂരെ ഒരു അറ്റത്ത് മാത്രമാണ് ഏതെങ്കിലും ഒരു വീടിൻ്റെയോ മറ്റോ അവശിഷ്ടം തന്നെ കാണാൻ കഴിയുന്നത്. അപ്പോൾ എത്രമാത്രം ഭീകരമാണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ളത് നമുക്ക് മനസ്സിലാകാം. ഇവിടെ നിന്നാണ് ഇത്ര ശക്തിയായിട്ടുള്ളൊരു ഉരുൾപൊട്ടലിൻ്റെ ഒരു പ്രാരംഭ കേന്ദ്രങ്ങളിൽ ഒന്ന് ഇവിടെയാണ്. നമുക്ക് ഈ ഒരു ഇവിടെ പ്രദേശവാസികളിൽ നിന്ന് കിട്ടിയ എന്ന ചെറുപട്ടണം ഇപ്പോഴില്ല. കുത്തിയൊഴുകിയ മലവെള്ളം വ്യാപാര കേന്ദ്രങ്ങളും എത്രയോ വീടുകൾ, 100 കണക്കിന് വീടുകൾ ഒറ്റ രാത്രി കൊണ്ട് തുടച്ചു മാറ്റി. രാത്രി വൈകി 2 തവണ കാതടിപ്പിക്കുന്ന വലിയ ശബ്ദത്തോടെ ഈ പുഞ്ചിരിമട്ടത്തിൽ നിന്നാണ് മല നിരങ്ങി വന്ന് മുണ്ടക്കൈ എന്ന നാടാകെ അതിലൊഴുകിപ്പോയത്. പ്രധാന പാതയിൽ നിന്നും 100 അടിയോളം ഉയരത്തിലൊക്കെ 2 അടി 2ാം നിലയുടെ ഉയരത്തിൽ വരെ വെള്ളവും ചെളിയും ഒക്കെ അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന ഈ ദൃശ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അത് ആദ്യം പുഞ്ചിരിമട്ടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതാണ് ഉത്ഭവ കേന്ദ്രം. ഈ മണ്ണിടിച്ചിലിന്റെ, ഈ ദുരന്തത്തിന്റെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത് അതാണ്.